പല ആവർത്തിയിൽ പല വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇസ്രായേൽ ഇറാനെ അറ്റാക്ക് ചെയ്ത സമയത്ത് ഇറാന്റെ കൈവശമുണ്ടായിരുന്ന മിസൈലുകൾ മുഴുവനും തീർന്നു. അവർ ശേഖരിച്ചു വെച്ചിരുന്ന മിസൈലിൻ്റെ സോളിഡ് ഫ്യൂവൽ, സോഡിയം പെർക്ലോറേറ്റ്, അതിൻ്റെയും വെടി തീർന്നു. കാരണം അതും കത്തിച്ച് കളഞ്ഞു, നശിപ്പിച്ച് കളഞ്ഞു. അതേപോലെ മിസൈലിന് ഉപയോഗിക്കേണ്ട ഇഞ്ചൻ അതും നശിപ്പിച്ച് കളഞ്ഞു. ഏകദേശം 2.5 മണിക്കൂർ കൊണ്ട് ഇവരുടെ യാതൊരുവിധ മിസൈൽ സാധനങ്ങളും കയ്യിലില്ലാതായി, മുഴുവനും തീർത്ത് നാശമാക്കി കളഞ്ഞു. പുതിയ ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞ് വെസ്റ്റേൺ ഇൻ്റലിജൻസ് ഏജൻസി ചില പത്രങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്, ഇറാൻ ചൈനയുടെ കയ്യിൽ നിന്നും സോഡിയം പെർക്ലോറേറ്റ്, അത് സോഡിയം പെർക്ലോറേറ്റ് ഡയറക്റ്റ് അല്ല യൂസ് ചെയ്യുന്ന ഇന്ധനത്തിന് വേണ്ടി, അത് കെമിക്കലി കൺവേർട്ട് ചെയ്തിട്ട് അമോണിയ പെർക്ലോറേറ്റ് ആക്കി മാറ്റും. കാരണം ഡയറക്റ്റ് അമോണിയ പെർക്ലോറേറ്റ് ചൈനയിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ ചൈനയ്ക്ക് പ്രശ്നമാണ്. കാരണം ഇത്ര ക്വാണ്ടിറ്റി കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ അപ്പം അതിന് മാറ്റാൻ, അത് ഇല്ലാതാക്കാൻ വേണ്ടി, അത് നോക്കാതെ അതിനൊരു ന്യായം പറയുവാൻ വേണ്ടിയാണ് അവർ സോഡിയം പെർക്ലോറേറ്റ് വാങ്ങിയിട്ട് അത് ഇറാനിൽ കൊണ്ടുവന്ന് കൺവേർട്ട് ചെയ്തിട്ട് അമോണിയം പെർക്ലോറേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി 1000 ടൺ, ഏകദേശം 2ഓളം ഷിപ്മെൻറ്റ്, അതായത് കപ്പലുകൾ അവിടുന്ന് പുറപ്പെട്ട് കഴിഞ്ഞു എന്ന് റിപ്പോർട്ട് ചെയ്തു. കാരണം ഇത് ലോഡ് ചെയ്ത സംഭവം അത് മുഴുവനും റിപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട്. മനസ്സിലാക്കി, 2 ഷിപ്പുകളും ഈ ഷിപ്പിംഗ് കമ്പനികളും അമേരിക്ക നേരത്തെ സാങ്ഷൻ ഇമ്പോസ് ചെയ്തതാണ്. ഇനി ഉണ്ടാകേണ്ട ഡെവലപ്മെൻറ്റ്, കാരണം ഇത് വീണ്ടും അമേരിക്കയുമായിട്ട്, കാരണം അമേരിക്കയും ചൈനയും വലിയ ട്രേഡിലാണ്, ഈ 2ഓളം കമ്പനികൾക്ക് സാങ്ഷൻ ഇമ്പോസ് ചെയ്യുന്നതിന് മുമ്പ് ചിലപ്പോൾ ചൈന ഈ ഷിപ്മെൻറ്റ് തിരികെ ചോദിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. കാരണം ട്രംപ് വന്നിരിക്കുന്ന പ്രശ്നം രൂക്ഷമായി പോകും. ഇത് ഇസ്രായേലി മീഡിയയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ഇറാൻ്റെ കയ്യിൽ ഇന്നൊരു ചെറിയ തുക്കട രാജ്യത്തിന് പോലും അറ്റാക്ക് ചെയ്യാൻ സാധിക്കും. അത് ഇവിടുത്തെ സുഡാപ്പികൾ, ഇവിടുത്തെ യൂട്യൂബ്, സാറ്റലൈറ്റ് മീഡിയ പറയുന്ന പോലല്ല. കാരണം അവരുടെ കയ്യിലുള്ള എല്ലാ വെപ്പൺസും, അതായത് മിസൈലാണെങ്കിലും ബോംബാണെങ്കിലും, ഇത് മുഴുവന് 2.5 മണിക്കൂർ കൊണ്ട് ഇസ്രായേലിൻ്റെ ജെറ്റ് ഫ്ലൈറ്റുകൾ ബോംബ് ചെയ്ത് നശിപ്പിച്ച് കളഞ്ഞു. ഇപ്പോൾ ഈ വാങ്ങിയിരിക്കുന്ന സംഭവം ഏകദേശം 250 പരം ഷോർട്ട് റേഞ്ച് മിസൈൽസിനാണ്, അതായത് 150-200 കിലോമീറ്റർ പോകുന്ന മിസൈൽസിന് ഉപയോഗിക്കാവുന്ന ഫ്യൂവൽസാണ് ഇത് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ അത്രയും മിസൈൽ, അപ്പം ഈ ലോങ് റേഞ്ച് മിസൈൽസിന് അതിനു വേണ്ടിയുള്ള വേറെ കെമിക്കലും അത് ഇവർക്ക് കിട്ടിയിട്ടില്ല. കാരണം ഇത് ഏത് രീതിയിൽ കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, വളരെ വർഷക്കാലമായിട്ട് ഇറാൻ ഉണ്ടാക്കിയെടുത്താണ് ഇതൊക്കെ. ഇത് കൂടുതൽ അവർ പല മിസൈൽസും ഈ ഹിസ്ബുള്ളയുടെ കൊടുത്തു, അവരൊത്തിരി എണ്ണം ഫയർ ചെയ്തു. ഹമാസിന് കൊടുത്തു, അവരും ഫയർ ചെയ്തു. പിന്നീട് ഹൂത്തികൾ കൊടുത്ത് അവരും, ഇതെല്ലാം ഒന്നും അല്ലാതായിപ്പോയി. എത്രയോ ബില്യൺസിൻ്റെ വലിയ നഷ്ടമാണ് ഇറാനുണ്ടായത്. അതായത് ഇറാൻ്റെ ഡിഫൻസ്, ഇസ്ലാമിക് റിപ്പബ്ലിക്കൻ ആർമിയുടെ കയ്യിൽ വെപ്പൺസും അതേപോലെ മിസൈൽസും ഒന്നും ഇല്ലാതായി. അപ്പം എങ്ങനെയാണ് പിടിച്ചു നിൽക്കുന്ന ഡിഫൻസിന്? അതിൻ്റെ ഭാഗമായിട്ടാണ് ചൈനയുടെ അപ്രോച്ച് ചെയ്യുകയും ഇതേപോലെ 2ഓളം വെസൽസുകളിൽ ഏകദേശം 1000 ടണ്ണിൽ പരം വരുന്ന ഈ കെമിക്കൽ ലോഡ് ചെയ്യുകയും ചെയ്തത്. പക്ഷെ ഇപ്പോഴിത് വലിയ വാർത്തയായി. ട്രംപ് അധികാരത്തിലാണ്. ഒരു കാരണവശാലും ഇത് ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്ത് ശരിക്കും മോണിറ്റർ ചെയ്യാണ് ചൈന എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഏതൊക്കെ രീതിയിലാണ് ഇറാനെ സഹായിക്കാൻ പോകുന്നത്. മനസ്സിലാക്കുക, ഇതേ സാധനമായിട്ട്, ഇതേ റിക്വസ്റ്റുമായിട്ടും ഇവർ റഷ്യ എടുത്തു പോയിരുന്നു. റഷ്യ ഇത് റിജക്റ്റ് ചെയ്തു. കാരണം ട്രംപ് വരുന്നതിൻ്റെ പേടിയിൽ. പിന്നീടാണ് ചൈനയുമായിട്ടൊരു ഡീലുണ്ടാക്കിയിട്ട്, കാരണം ഏറ്റവും കൂടുതൽ ഇറാനിയൻ ഓയിൽ വാങ്ങുന്ന ഒരു രാജ്യമാണ് ചൈന, ഏറ്റവും വില കുറച്ച രീതിയിൽ. അപ്പോൾ ചൈനയുമായിട്ട് ഡീലുണ്ടാക്കിയിട്ട് ഇങ്ങനെ ഒരു സംഭവം പുതിയ ലോകത്ത് വന്നു കഴിഞ്ഞപ്പോൾ അത് അമേരിക്കൻ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ്. അതായത് ഡയറക്റ്റായിട്ട് ചൈന ഇതേപോലെ അമേരിക്ക സാങ്ഷൻ ഇമ്പോസ് ചെയ്തിരിക്കുന്ന ഇറാൻ അത് കൊടുക്കുകയാണെങ്കിൽ അത് ചൈനയുമായിട്ടുള്ള അമേരിക്കൻ ട്രേഡിനെയും ബാധിക്കും. അത് ഈ 2 കമ്പനികൾക്ക് മാത്രമല്ല, ഇവരത് ഷിപ്മെൻറ്റ് നടത്തിയിരിക്കുന്ന ഷിപ്പിംഗ് കമ്പനി, അവർക്കെതിരെ അമേരിക്ക ബാൻ കാരണം ഈ ഷിപ്പിൻ്റെ പേരുൾപ്പെടെയാണ് പുറത്തു വന്നിരിക്കുന്നത്, ഏതൊക്കെ ഷിപ്പ് ഏതൊക്കെ പോർട്ടിലാണ് ഇത് ലോഡ് ചെയ്യുന്നത്.
ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് മാപ്പ് ഉൾപ്പെടെയാണ് പല പത്രങ്ങളിലും ഈ വെസ്റ്റേൺ ഇൻ്റലിജൻസ് ഏജൻസി ഉദ്ധരിച്ച് പല മീഡിയ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, അതായത് കേരളത്തിലെ സാറ്റലൈറ്റ് മറ്റുള്ളവർക്കും അറിയാൻ വേണ്ടി നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം സൈനികപരമായിട്ട് വലിയ പൂജ്യമായിട്ട് മാറി. ആ രാജ്യത്തിന് പിടിച്ചു നിൽക്കാൻ വേണ്ടിയാണ് 150-200 കിലോമീറ്റർ റേഞ്ചുള്ള ഈ മിസൈലിൻ്റെ മേജർ ഫ്യൂവലാണ് ഈ സംഭവം. അതായത് ഈ സോഡിയം പെർക്കുളറേറ്റിൽ നിന്നും കൺവേർട്ട് ചെയ്ത് കെമിക്കലി കൺവേർട്ട് ചെയ്ത് അമോണിയ പെർക്കുളറേറ്റ് ഉണ്ടാക്കിയിട്ട്, അപ്പോൾ അത് നല്ലൊരു എക്സ്പ്ലോസീവായിട്ട് സംഭവം സോളിഡ് ഫ്യൂവലാണ് ഈ സംഭവം. അതായത് കാരണം സോളിഡ് ഫ്യൂവലാണ് അധികം മിസൈലിൽ ഉപയോഗിക്കുക, കാരണം നല്ല പെർഫോമൻസ് നല്ലതാണെന്ന് ഇതിനെപ്പറ്റി പറയുന്നത്. മനസ്സിലാക്കേണ്ട ഒരു സംഭവമുണ്ട്, ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം പൂജ്യമായിട്ടാണ് മാറിയിരിക്കുന്നത്. കാരണം അവരുടെ ഒന്നുമില്ലാതായി, ആർക്കും കയറി മാന്താൻ പറ്റുന്ന രീതിയിലുമായി മാറി. ഇപ്പോൾ അടുത്ത് കിടക്കുന്ന സിറിയയാണെങ്കിലും ലെബനിലാണെങ്കിലും നാളെ കയറി മാന്തുവാണെങ്കിൽ അവർക്ക് പ്രതിരോധിക്കാൻ പോലും സാധനങ്ങളില്ലാതായി. ഈ ഗതികേടിലാണ് അവരുടെ ക്യാബിനറ്റ് തീരുമാനിച്ചത്. വീണ്ടും അവിടുത്തെ ഇറാനെ കോട്ട് ചെയ്ത് പല മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം ആര് കയറി മാന്തിയാലും ഒന്നും ഡിഫൻസിന് ഒരു സാധനവും ഇല്ലാതായ സ്ഥിതിക്കാണ് ഇങ്ങനൊരു നീക്കം മസൂദ് പെഷഷ്കാനും ഗവൺമെൻറ്റും നടത്തിയിരിക്കുന്നത്. അതായത് മിനിമം 250-150 റേഞ്ചിലുള്ള മിസൈൽ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സോളിഡ് ഫ്യൂവൽ അവർക്ക് വേണം. മനസ്സിലാക്കുക, ഇറാൻ പല രാജ്യങ്ങളും തെണ്ടി അപേക്ഷിക്കുകയാണ് പലതും കിട്ടാൻ വേണ്ടി. ഒരു രാജ്യവും അവർക്കൊന്ന് സഹായം കൊടുക്കാൻ തയ്യാറില്ല. കാരണം പ്രസിഡന്റ് ട്രംപ് അവിടെ ഇരിക്കുന്നു. കാരണം അയാൾക്ക് ഇസ്രായേലുമായിട്ടുള്ള ബന്ധവും അടുപ്പവും. ഇതെല്ലാം നോക്കി കാണുമ്പോഴും മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട സുഡാപ്പികളും മനസ്സിലാക്കണം, പിന്നെ പാകിസ്ഥാൻകാരും മനസ്സിലാക്കണം, ഈ സാറ്റലൈറ്റ് ചാനലും മനസ്സിലാക്കേണ്ടത്, ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം പൂജ്യമായിട്ട് മാറിയിരിക്കുകയാണ്. അവർക്കാരെയും അറ്റാക്ക് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇല്ല. ഓരോന്ന് പിന്നെ വർത്തമാനം പറയുന്നു എന്നല്ലാതെ, കാരണം അതുകൊണ്ടാണ് അവർ അമേരിക്കയുടെ മുമ്പിൽ പോയി സറണ്ടർ ചെയ്യാൻ തയ്യാറായേക്കുന്നത്. അവരെന്തും ചെയ്യാൻ അമേരിക്ക പറയുന്ന പോലെ ചെയ്യാൻ തയ്യാറാണ്. അവിടെ പോലും അമേരിക്കൻ പ്രസിഡന്റും അമേരിക്കൻ പുതിയ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അക്സെപ്റ്റ് പോലും ചെയ്തിട്ടില്ല. അവർ പറയുന്നത് പൂർണ്ണമായിട്ട് ഇറാൻ ന്യൂക്ലിയർ പ്രോഗ്രാം പൂർണ്ണമായിട്ട് നശിപ്പിക്കണം. അത് അമേരിക്കൻ ഇൻസ്പെക്ടേഴ്സ്, അതായത് തേർഡ് പാർട്ടി ഇൻസ്പെക്ടേഴ്സ് അല്ല, അമേരിക്കൻ ഇൻസ്പെക്ടേഴ്സ് തന്നെ അത് ഇൻസ്പെക്ട് ചെയ്യും. അല്ലാതെ പഴയ പോലെ ജർമ്മനിയോ ഫ്രാൻസോ അല്ല, അവർ തന്നെ ഇൻസ്പെക്ട് ചെയ്യും. അവർക്ക് ബോധ്യം വന്നാൽ മാത്രമേ ഇറാൻ്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് അമേരിക്ക അറ്റാക്ക് ചെയ്യാതിരിക്കുകയുള്ളൂ. വളരെ കർശനമായ നിർദ്ദേശമാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സന്ദർഭത്തിലാണ് മനസ്സിലാക്കേണ്ടത്, ഇറാൻ്റെ സാമ്പത്തികമായിട്ടും അവിടെ പവറിൻ്റെ വളരെ മോശം, എല്ലാ രീതിയും അൺഎംപ്ലോയ്മെൻറ്റും വളരെ കൂടി. ഈ ഒരു സന്ദർഭത്തിൽ ഒരു മിസൈൽ ഉണ്ടാക്കാൻ വേണ്ടി ചൈനയുടെ സഹായം തേടുമ്പോൾ ചൈനയ്ക്കും ഇതിൻ്റെ അകത്തൊരു കൈയുണ്ടോ എന്നുള്ള സംശയം ഉണ്ടാകുന്നുണ്ട്. അതായത് ട്രംപ് അതിനെയും വളരെ സീരിയസ് ആയിട്ടാണ് നോക്കിക്കാണുന്നത്.